guys, welcome back to my YouTube channel and I am back with another weekly vlog. ഇത് ഭയങ്കര അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഒരു വീക്ക്ലി വ്ളോഗ് ഒന്നും അല്ല, കുറേ ദിവസം മുന്നത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു അസോർട്ടഡ് ദിവസങ്ങളിൽ നടക്കുന്നതിൻ്റെ ഒരു മിക്സ്ഡ് വ്ളോഗ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. സോ എനിവേസ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്, അതായത് ആ വീഡിയോയിൽ കാണുന്ന ദിവസം എന്ന് പറയുന്നത്, കൊച്ചു ബേബി പേരുക്കടയിൽ സ്റ്റേ ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ, അരുൺ ചേട്ടൻ്റെയും വിദ്യയുടെയും കൂടെയൊക്കെ. അപ്പോൾ വീട്ടിൽ നിന്നേ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അതിനൊക്കെ വേണ്ടി റെഡിയായി ബാഗൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങി. ഞങ്ങൾ നേരെ ഡാൻസ് ക്ലാസ്സിൽ വന്നു. എനിക്ക് ഡാൻസ് ക്ലാസ് ഉള്ള ദിവസമായിരുന്നു. സോ ക്ലാസ്സിൻ്റെ വിഷ്വൽസ് ഒന്നും ഞാൻ അതിൻ്റെ അകത്ത് അങ്ങനെ ആഡ് ചെയ്തിട്ടില്ല. ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാനും ഒക്കെ നല്ല ടയേർഡായിരിക്കുന്നുണ്ട്, നാദവും ടയേർഡായി. പക്ഷെ കൊച്ചു ബേബി ഭയങ്കര എനർജറ്റിക് ആയിട്ട് നിൽക്കുന്നുണ്ട്. കാരണം അവിടെ സ്റ്റേ ചെയ്യാൻ പോകുന്നതിൻ്റെ ഹാപ്പിനെസ് ആണ് കേട്ടോ. കുറേ മുമ്പ് ഇതേപോലെ ഒരു വ്ളോഗിൽ നമ്മളൊരു ദിവസം പേരുകൂടെ പോയപ്പോഴത്തേക്കും കൊച്ചു ബേബി ഇന്ന് ഞാൻ അവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് സ്റ്റേ ചെയ്ത് തന്നെ കേട്ടോ. അതിനുശേഷം പിന്നെ ഇപ്പോഴാണ് നിൽക്കാൻ വേണ്ടി പോകുന്നത്. അതിന് റീസൺ ഉണ്ട്, കാരണം നാളെ ഞാനൊരു സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ അതാണ് കൊച്ചേബി അവിടെ ആക്കിയിട്ട് പോകാമെന്ന് വെച്ചാൽ. അർജുൻ ചേട്ടന് ഷൂട്ടും ഉണ്ട് ഇന്നത്തെ ദിവസം. അർജുൻ ചേട്ടൻ രാവിലെ തൊട്ട് ഷൂട്ടിന് പോയിട്ട് വന്നിട്ടാണ് ഈ എൻസോയെ കുളിപ്പിച്ച് റെഡിയാക്കുന്നത് കേട്ടോ. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങളത് അവനെയും കൊണ്ട് കോട്ടയത്തോട്ട് പോവുകയാണ്. അവിടെ ഡോഗ് ഷോ നടക്കുന്നുണ്ട്. അപ്പം അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ഞാനും ചിക്കുവും കുഞ്ഞാവയും പിന്നെ നമ്മുടെ ഒരു അനിയൻ ചെറുക്കനായ ചില്ലുവും ഒക്കെ ആയിട്ട് ഞങ്ങൾ കോട്ടയത്തോട്ട് പോവുകയാണ് കേട്ടോ. അർജുൻ ചേട്ടൻ ആ ഡെഡിക്കേഷൻ സമ്മതിച്ചാൽ മതിയാവുള്ളൂ, അല്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞൊന്ന് ഞാൻ കുളിപ്പിക്കേണ്ടി വന്നേനെ. ഞാൻ നല്ല ടയർഡായിട്ടാണ് വന്നത്. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നമ്മളൊരു സ്ഥലത്ത് നിർത്തി. അപ്പോൾ എൻസോയും ജസ്റ്റ് ഒന്ന് ഇറക്കിയായിരുന്നു അവന് ഒന്ന് ഫ്രഷ് ആവാനും. വണ്ടിയിൽ ഇങ്ങനെ റെസ്ട്രിക്റ്റഡ് ആയിട്ടിരിക്കുകയല്ലേ. എന്തായാലും നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ്. ഞങ്ങൾ അവിടെ വന്നപ്പോൾ അശോകനെയും വളരെ റാൻഡമായിട്ട് അങ്ങ് മീറ്റ് ചെയ്തു കേട്ടോ. അശോകൻ ഡോഗ് ഷോയ്ക്ക് പോവാണ്, പക്ഷേ ഇങ്ങനെ നമ്മൾ കണ്ടുമുട്ടുമെന്ന് വിചാരിച്ചില്ല. അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് അങ്ങ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ കയറി. ടേൺ അടുത്താണേ. ഒരാൾ അകത്ത് കഴിക്കാൻ പോകുമ്പോൾ ആരെങ്കിലും ഒരാൾ കാറിൻ്റെ അകത്ത് വെയിറ്റ് ചെയ്യണം. അപ്പം ഞങ്ങൾ ആദ്യം പോയപ്പോൾ ചില്ലു വണ്ടിയിൽ വെയിറ്റ് ചെയ്തു. പിന്നെ ചില്ലുവിനെ കഴിച്ചിട്ട് വരാൻ വേണ്ടി ഞങ്ങളും കാറിൽ അങ്ങനെ വെയിറ്റ് ചെയ്തു. പിന്നെ ഒരു 8:30 ഒക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ കോട്ടയം എത്തി കേട്ടോ. അവിടെ നമ്മൾ അവനെ ഫസ്റ്റ് കൊണ്ടുപോയി ആ പ്രൊസീജിയറിന്റെ പേര് ഞാൻ മറന്നു കേട്ടോ. എന്തോ ഒരു ഫിറ്റ് ചെക്ക് ഒക്കെ നടത്തും. ഡോഗിനെ കൊണ്ടുപോയി നമ്മൾ അവിടെ കാണിച്ച് അതെല്ലാം ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചുമ്മാ ഒന്ന് അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങി നോക്കാം എന്തൊക്കെയാ ഉള്ളതെന്നുള്ളത്. അപ്പൊ രാവിലെ എക്സോട്ടിക് പെറ്റ്സിന്റെ അവിടെ ഒന്നും വെച്ചിട്ടില്ലായിരുന്നു. പിന്നീടാണ് അവിടെ കൊണ്ട് വെക്കുള്ളൂ എന്ന് തോന്നുന്നു. ഭയങ്കര വെയിലല്ലേ, വെയിൽ താന്നിട്ടായിരിക്കും വെക്കാൻ പോകുന്നതെന്ന് തോന്നുന്നു. പിന്നെ കുറെ ഡോഗ്സിനെ കണ്ടു. ഇതുപോലെ ഒരുപാട് നമ്പർ ഓഫ് ഡോഗ്സ് ഇല്ലാത്ത ബ്രീഡ്സിലുള്ള കുറെ ഡോഗ്സ് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ടു മൈ സർപ്രൈസ് അവിടെ കാറ്റ്സിന്റെ ഒരു ഡിസ്പ്ലേ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു മുമ്പ് ഏതൊരു പ്രാവശ്യം ഇവർ കാറ്റ് ഷോയും നടത്തിയിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. എന്തായാലും അവിടെ കുറെ പേർഷ്യൻസ്, അതുപോലെ ബ്രിട്ടീഷ് ഷോർട്ട് ഹെയറിനൊക്കെ കാണാൻ പറ്റി. എനിക്ക് ബ്രിട്ടീഷ് ഷോർട്ട് ഹെയറിനെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും അർജുൻ ചേട്ടനും കുഞ്ഞാവയ്ക്കും ഒക്കെ ബ്രിട്ടീഷ് ഷോർട്ട് ഹെയറിനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നല്ല പഞ്ച് ഫേസ് ആയിട്ടുള്ള പേർഷ്യൻ കാറ്റ്സും അവിടെ ഉണ്ടായിരുന്നു. ഫ്രണ്ട്ലി ആയിട്ടുള്ളത്, ലേസി ആയിട്ടുള്ളത് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ നെസ്കോടെ കളറിലുള്ള ഒരു പൂച്ചക്കുട്ടിയൊക്കെ അവിടെ കണ്ടു കേട്ടോ. അപ്പോൾ എനിക്ക് അവളൊക്കെ ഒത്തിരി ഓർമ്മ വന്നിരുന്നു. പിന്നെ അവിടെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പേർഷ്യൻ ക്യാറ്റ് ഉണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ അതിനെ കണ്ടിട്ട് അങ്ങ് വാങ്ങിക്കണം എന്ന് എനിക്കങ്ങ് ഭയങ്കര കൊതിയായിരുന്നു. പിന്നെ നല്ല ആളെ കൂടെയാണ് ഞാൻ അവനെ വാങ്ങിക്കാൻ പോയിരിക്കുന്നത്. എൻസോ അതിന് രണ്ടാക്കും. നമ്മൾ രണ്ടുപേരും കൂടി ഒരുമിച്ചാണ് കാറിൽ കൊണ്ടുവരുന്നതെന്നുണ്ടെങ്കിൽ. ഇനി ഈ ഒരു കാലിക്കോ പൂച്ച എനിക്ക് ഭയങ്കര അങ്ങ് ഇഷ്ടപ്പെട്ടു. ഇതിനെ കൊണ്ടുപോകണം എന്ന് എനിക്ക് തോന്നി. അത്രയും ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു അതിന്റെ ബിഹേവിയർ ഒക്കെ കേട്ടോ. ഒരു മനംമയക്കി പൂച്ച എന്ന് വേണമെങ്കിൽ പറയാം. പിന്നീട് ഞാൻ വീട്ടിൽ വന്നിട്ട് അർജുൻ ചേട്ടൻ ഡിസ്കസ് ചെയ്തപ്പോൾ ചേട്ടൻ പറഞ്ഞു വാങ്ങിക്കാത്തതെന്തെന്ന് ചോദിച്ചു ചേട്ടാ. പിന്നെ ഞാൻ അപ്പം വിചാരിച്ചു, ഒന്നാമത് അർജുൻ ചേട്ടൻ കൂടെ വന്നില്ല. അപ്പം ഇങ്ങനത്തെ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ നമ്മൾ രണ്ടുപേരും ഉണ്ടെങ്കിലല്ലേ കൊള്ളാവുള്ളൂ. പക്ഷെ കണ്ടില്ല, അത് ഭയങ്കര ഒരു ക്യൂട്ട് കുട്ടി പൂജയായിരുന്നു കേട്ടാ. അപ്പം എന്തായാലും ഞങ്ങൾ അവിടെയൊക്കെ നല്ല ചുറ്റിക്കറങ്ങി കണ്ടു. ഇതിൻ്റെ അകത്ത് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ റിങ്ങിൻ്റെ അകം ഫുള്ളും എയർ കണ്ടീഷൻഡ് ആയിരുന്നു കേട്ടോ ഇതിൻ്റെ അകത്ത്. അപ്പോൾ നല്ല ഒരു രസം ഉണ്ടായിരുന്നു. വെളിയിലത്തെ ചൂട് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതിനെക്കാട്ടൊക്കെ മേളിലാണ്. നമ്മൾ കറങ്ങി അങ്ങ് വീഴും. അപ്പോൾ എനിക്ക് തോന്നി ഒരു ഡോഗ് ഷോ നടത്താൻ പറ്റിയ ഏറ്റവും നല്ലൊരു കണ്ടീഷൻ ആയിരുന്നു ഇതെന്ന് എനിക്ക് തോന്നി. ഭയങ്കര പ്രീമിയം ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതുപോലെ ആ ഒരു AC സംവിധാനം ഒറ്റപ്പെട്ട ഡോഗ്സിനെ കൂടെ നിൽക്കുന്നവർക്കും എല്ലാം ഭയങ്കര ആശ്വാസമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. പക്ഷെ നമ്മൾ വന്ന സമയം കൊണ്ട് ഇതിൻ്റെ അകത്ത് അനുവദിച്ചിരിക്കുന്ന സ്പേസസ് ഒക്കെ ഓൾമോസ്റ്റ് എല്ലാം ഫില്ലായിരുന്നു. ട്രാവൽ ചെയ്ത് ഡോഗ്സുമായിട്ട് വരുന്നവരെല്ലാം ഒക്യുപ്പൈ ചെയ്തിരുന്നു ഓൾമോസ്റ്റ്. അപ്പോൾ നമുക്ക് അതിനകത്തൊരു എന്താ പറയുന്നത്, ഒരു ഒഴിവുള്ളൊരു സ്പേസ് കിട്ടിയില്ല. അല്ലെങ്കിലും നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ കാറിൻ്റെ അകത്ത് വെച്ചോണ്ടിരിക്കാം എന്നുള്ളതായിരുന്നു കേട്ടോ.
അപ്പം ഞാൻ ഇവിടെ ഇങ്ങനെ വന്നിട്ട് അവിടെയുള്ള കനേ കോഴ്സിനൊക്കെ കണ്ടപ്പോഴത്തേക്കും എനിക്ക് ശകലമായിട്ട് ഇങ്ങനെ റാഡോനൊക്കെ ഒന്ന് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് റാഡോ ഷോയ്ക്ക് ഇറക്കണം എന്നൊക്കെ ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നേ. പിന്നെ നമുക്ക് ഓരോരുത്തരായിട്ട് കാണിക്കാൻ വിചാരിച്ചു. ആദ്യം എൻസോൾ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ. അപ്പം ഇത് നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഡോഗായിരുന്നു കേട്ടോ. ഈ പേര് സത്യം പറഞ്ഞാൽ മറന്നു. കാരണം ഇത്രയും ഗ്യാപ്പ് കഴിഞ്ഞിട്ട് വീഡിയോ ചെയ്യുന്നുണ്ടാണ്. ആ ഒരു സമയത്ത് എനിക്ക് പേര് ഓർമ്മയുണ്ടായിരുന്നു. ഇപ്പം എനിക്ക് ഓർമ്മ കിട്ടണില്ല. എനിക്ക് പൊതുവേ ഡോഗ്സ് ഒക്കെ ഇങ്ങനെ ഷേക്കാനൊക്കെ തരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഞാൻ തിരിച്ചു വരുന്ന വഴിക്ക് ഞാൻ അർജുൻ ചേട്ടൻ്റെ ഫ്രണ്ട്സിനൊക്കെ കണ്ടു. അപ്പം അവർ എനിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചു തന്നു കേട്ടോ. അപ്പം ഞാനത് കാറിൽ നിന്ന് കഴിക്കുന്ന കണ്ടപ്പോഴത്തേക്കും എൻസോയ്ക്ക് ഭയങ്കര കൊതിയായിരുന്നു, അത് വേണം. അപ്പോൾ അങ്ങനെ ഞാനും ചിക്കും കൂടെ പോയി അവനും കൂടി ഐസ്ക്രീം വാങ്ങിച്ചുകൊണ്ട് വന്ന് കൊടുത്തു. അപ്പം അവൻ ഭയങ്കര എൻജോയ് ചെയ്ത് റിലിഷ് ചെയ്ത് ആ ഒരു ഐസ്ക്രീം മൊത്തം കഴിച്ചു. എനിക്ക് തോന്നുന്നു ചൂടൊക്കെ അല്ലേ, അപ്പോൾ അവനും ഒരു ആശ്വാസം തോന്നി കാണുമായിരിക്കും. പിന്നെ നമ്മൾ ഫുൾ ടൈം വണ്ടിക്കകത്ത് തന്നെയാണ് ഇരുന്നത് കേട്ടോ. നമ്മൾ വണ്ടിയുടെ പുറത്ത് കൂടെ ഷീറ്റൊക്കെ വിരിച്ചിട്ട് അകത്തോട്ട് ഈ ഒരു വെയിൽ വരാതിരിക്കാനായിട്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഇരുന്നത്. അപ്പം വണ്ടിക്കകത്ത് അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. നമ്മൾ ആകെ റിങ്ങിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ ഉള്ള ഒരു കുറച്ച് സമയത്ത് നടത്തത്തിന് മാത്രമേ ഉള്ളൂ വെയിൽ കൊള്ളുന്നത്. ഇതിൻ്റെ അകത്തും അവൻ നല്ല കംഫർട്ടബിൾ ആയിരുന്നു, തണുപ്പുള്ളത് കൊണ്ട്. അങ്ങനെ അവൻ്റെ ഫസ്റ്റ് റിങ്ങിലത്തേക്കുള്ള കോള് വന്നു. ആക്ച്വലി എൻസോയെ ഹാൻഡിൽ ചെയ്യേണ്ടി ഇരുന്നത് മഹേഷാണ്. കഴിഞ്ഞ വ്ളോഗിൽ നിങ്ങൾ കണ്ടല്ലോ. അപ്പം മഹേഷിന് എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ അതേ സെയിം ടൈമിൽ വേറെ ഒരു റിങ്ങിൽ മഹേഷിന് തന്നെ വേറൊരു ഡോഗിനെ കാണിക്കാൻ അങ്ങനെ ക്ലാഷ് വന്നു. അപ്പോൾ ഇത് ഓൾറെഡി എക്സ്പെക്ട് ചെയ്തിരുന്നു. അപ്പം ചില്ലുവിനോട് ഇങ്ങനെ മഹേഷ് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഇൻ കേസ് അങ്ങനെ ക്ലാഷ് വരാണെങ്കിൽ ചില്ലു കാണിക്കേണ്ടി വരും എന്നുള്ളത്. പക്ഷെ ചില്ലുവിനെ സമ്മതിക്കണം കേട്ടോ. എൻസോ ആയിട്ട് അങ്ങനെ മുന്നേ പ്രാക്ടീസോ അങ്ങനെ ഒന്നും ചെയ്തില്ല. 2-3 പ്രാവശ്യം വീട്ടിൽ വന്നിട്ടുണ്ട്, അവനെ കണ്ടിട്ടുണ്ട്, ആ ഒരു പരിചയമേ ഉള്ളൂ. എൻസോ നോട്ട് സോ ഫ്രണ്ട്ലി ഒരു ഡോഗാണ്, പക്ഷെ നല്ല ഒബീഡിയൻസ് ഉള്ള ഒരു ഡോഗാണ്. എന്തെങ്കിലും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ നല്ലോണം ചെയ്യുന്ന അങ്ങനത്തെ ഒരു ഇതാണ്. പക്ഷെ എങ്കിലും ചില്ലു കുറച്ച് ബോൾഡായിട്ട് അവൻ അങ്ങനെ ഹാൻഡിൽ ചെയ്യാനും അവൻ്റെ ബൈറ്റ് കാണിക്കാനും ഒക്കെ കംഫർട്ടബിൾ ആയിട്ട് നിന്നു. അപ്പം എനിക്ക് ശകലം അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പെട്ടെന്ന് റിങ്ങിൽ ചില്ലു ഹാൻഡിൽ ചെയ്യുമ്പം എങ്ങനെ ഇരിക്കും, അവൻ കോപ്പറേറ്റ് ചെയ്യുമോ എന്നൊക്കെ ഉള്ളതിൽ എനിക്ക് അത്യാവശ്യം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ആ ടൈമിൽ അർജുൻ ചേട്ടനെ വിളിച്ചപ്പോൾ എനിക്ക് കണക്റ്റ് ആക്കാനും പറ്റിയില്ല, ചേട്ടനും ഷൂട്ടിലായിരുന്നു. ബേസിക്കലി എനിക്ക് അർജുൻ ചേട്ടൻ ഇല്ലാതെ ഇവിടെ വന്നതിൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു. പക്ഷേ ഷൂട്ടിൻ്റെ കേസ് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ മാത്രമായിട്ട് വന്നത്. ഇവനും എൻസോയും നല്ലവണ്ണം അർജുൻ ചേട്ടനെ മിസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടോ. കാരണം അവൻ അർജുൻ ചേട്ടൻ ഉള്ളപ്പോൾ ഭയങ്കര കാം ആൻഡ് റിലാക്സ്ഡ് ആണ്. ചേട്ടൻ ഇല്ലെങ്കിൽ അവൻ അത്ര ഹാപ്പി ആയിട്ട് അങ്ങനെ നിൽക്കാറില്ല, അവൻ ഫ്രീ ആയിട്ട് നിൽക്കാറില്ല. ബട്ട് എനിവേസ് അവൻ്റെ ബൈറ്റൊക്കെ കാണിക്കുമ്പോഴൊക്കെ ചില്ലു വളരെ കൂളായിരുന്നു, അവന് നല്ലോണം കോപ്പറേറ്റ് ഒക്കെ ചെയ്തായിരുന്നു. അങ്ങനെ ഫസ്റ്റ് റൗണ്ടിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് CC കിട്ടി. പിന്നെ ഒരു CCയും കൂടെ കിട്ടിക്കഴിഞ്ഞാലാണ് അവൻ ചാമ്പ്യൻ ആവുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ അത് കിട്ടിയപ്പോൾ തന്നെ നമ്മുടെ എക്സ്പെക്റ്റേഷൻസ് ഒക്കെ ഭയങ്കര ഹൈ ആയിരുന്നു. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഓക്കെ ഇത് കഴിഞ്ഞിട്ട് അടുത്ത റിങ്ങും കൂടെ ആവുമ്പോഴത്തേക്കും എൻസോ ചാമ്പ്യൻ ആവും എന്നുള്ളത്. ആ ഒരു സമയത്തും എനിക്ക്, അതായത് എൻസോയെ കുട്ടിയിലെ തൊട്ട് ഇങ്ങനെ നിർത്തി സ്റ്റാക്ക് ചെയ്യിപ്പിക്കുന്നത്, അവനെ പറഞ്ഞാൽ കേൾപ്പിക്കുന്നത്, അവൻ്റെ ഒബീഡിയൻസ് ട്രെയിനിങ് ആണെങ്കിലും എല്ലാം അർജുൻ ചേട്ടനാണ് മെനക്കെട്ട് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ഒരു മൊമെന്റിൽ ഉറപ്പായിട്ടും അർജുൻ ചേട്ടൻ വേണമായിരുന്നു എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. കാരണം വേറെ ആരും അവിടെ നിൽക്കാൻ സത്യം പറഞ്ഞാൽ അർഹരല്ല. അതിന് അർജുൻ ചേട്ടനായിരുന്നു ഡിസേർവിങ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ. നമുക്കിനി അത് തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. എനിവേ ഫസ്റ്റ് റൗണ്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം കാറിൽ വന്നൊന്ന് റെസ്റ്റ് ഒക്കെ എടുത്തു, AC-യിലൊക്കെ ഇരുന്നു. പിന്നെ ഞങ്ങൾക്ക് വിശക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ അവിടെ സ്വിഗ്ഗിയിൽ പിസ്സ ഓർഡർ ചെയ്തു. അങ്ങനെ നമ്മൾ പിസ്സ കഴിക്കാനായിട്ട് ഇന്നപ്പം എൻസോയ്ക്ക് ഞാൻ ഗാർലിക് ബ്രെഡും കൂടെ ഓർഡർ ചെയ്തു കേട്ടോ. സാധാരണ ട്രാവൽ ചെയ്യുമ്പം ഡോഗ്സിന് അങ്ങനെ ഫുഡ് കൊടുക്കുന്നത് അവന് ചിലപ്പോൾ അവർക്കത് അപ്സെറ്റ് ഒക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഫുഡ് അധികം കൊടുക്കത്തില്ല. പക്ഷെ ഞാൻ ഇത് വാങ്ങിച്ചു കേട്ടോ. കാരണം ഇച്ചിരി ലോങ്ങർ ടൈം നമ്മളിവിടെ നിൽക്കണം. പിന്നെ നമ്മൾ ഇറങ്ങുന്നതിന് മുന്നേ പാൻറ്റോപ്പ് കൊടുത്തിട്ടാണ് ഇറങ്ങിയത്, ഗ്യാസിൻ്റെ ഇഷ്യൂ ഒന്നും വരാതിരിക്കാനായിട്ടുള്ള. പിന്നെ അവന് പൊതുവെ അങ്ങനെ ഭയങ്കര നോഷ്യ, ഒരു മോഷൻ സിക്നസ് അങ്ങനത്തെ ഒരു ഇതൊന്നും കാണിക്കുന്ന ഒരു ഡോഗ് അല്ല അവൻ. അതുകൊണ്ട് ആ ഒരു ധൈര്യത്തിൽ ഞാൻ അവന് കുറച്ച് ബ്രെഡ് സ്റ്റിക്സ് കൊടുത്തു. നമ്മളെല്ലാവരും കാറിൽ ചതിക്കാത്ത ചന്തു മൂവി കണ്ടുകൊണ്ട് ആണ് പിസ്സ ഒക്കെ കഴിച്ചിട്ട്. നല്ല പിസ്സ ആയിരുന്നു. പിസ്സ ആക്ച്വലി ഗുഡ് ഐഡിയ ആയിരുന്നു. നമ്മൾ ആദ്യം റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അങ്ങനെ പോയിരുന്നെങ്കിൽ അടുത്ത റിങ്ങിൽ അവനെ വിളിക്കുമ്പോഴത്തേക്കും നമ്മൾ തിരിച്ചെത്തത്തില്ലായിരുന്നു കേട്ടോ. എനിവേസ് ഇതൊരു നല്ല ഡിസിഷൻ ആയിരുന്നു. സിനിമയൊക്കെ കണ്ട് നമ്മൾ നല്ല ചില്ല് ചെയ്ത് ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം അവനൊന്ന് റിലാക്സ് ചെയ്യിപ്പിക്കാനായിട്ട് നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങി നിന്നു. അതിനുശേഷം വീണ്ടും അവൻ അടുത്ത റിങ്ങിലത്തേക്കുള്ള ടൈം ആയപ്പോൾ നമ്മൾ അകത്തേക്ക് കയറി മറ്റു കുറേ ഡോഗ്സിനൊക്കെ കണ്ടു. അവരുടെ ഒപ്പം നമ്മൾ ഫോട്ടോസ് ആൻഡ് വീഡിയോസ് ഒക്കെ എടുത്തു. എല്ലാവരുടെ ഒന്നും എനിക്ക് എൻ്റെ ഫോണിൽ കിട്ടിയില്ല കേട്ടോ. സോ ഈ റിങ്ങിൽ മഹേഷാണ് എൻജോയ് ഇറക്കിയത്, ക്ലാഷ് ഒന്നും ഇല്ലായിരുന്നു. ആൻഡ് ഇതാണ് ലാസ്റ്റ് റിങ് കേട്ടോ.
അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ വിളിച്ചപ്പോൾ ലക്കിലി അർജുൻ ചേട്ടൻ എനിക്ക് വീഡിയോ കോളിൽ കണക്റ്റ് ആയി. അങ്ങനെ ഈ ഒരു റിങ്ങിൽ എൻസോയുടെ ഫുൾ ആ ജഡ്ജ്മെന്റും അവൻ്റെ റിങ്ങിലുള്ള അവൻ്റെ വാക്കിങ്ങും എല്ലാം അർജുൻ ചേട്ടൻ വീഡിയോ കോളിൽ കൂടെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് ഭയങ്കര സന്തോഷമായി. ആ ഒരു സമയം ഈ വീഡിയോ മൊത്തം ഷൂട്ട് ചെയ്തത് ചിക്കു ആണ് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എൻസോയ്ക്ക് ലേഡീസിന് അങ്ങനെ വലിയ താല്പര്യമില്ല. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഡോഗ് ഷോയ്ക്ക് ലേഡി ജഡ്ജായിരുന്നു. അപ്പം ഞാൻ അത്യാവശ്യം നല്ല ടെൻസ്ഡായിരുന്നു. ഇപ്രാവശ്യം ലേഡി ജഡ്ജസ് അല്ലാത്തത് കൊണ്ട് എനിക്ക് ആക്ച്വലി അത്ര പേടിയൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇവൻ്റെ സഡൻ മൂവ്മെൻറ്റ്സ് ഒന്നും അത്ര ഇഷ്ടമല്ല കേട്ടോ. ഇങ്ങനെ പെട്ടെന്നൊക്കെ ചെന്ന് തൊടുമ്പോൾ അവൻ ഇങ്ങനെ ഒന്ന് ഞെട്ടും. അപ്പം ആൾക്കാർ വിചാരിക്കും അവൻ കടിക്കാനാണെന്ന്. പക്ഷെ അങ്ങനെ കടിക്കില്ല. അവന് ഇഷ്ടമല്ലാത്ത രീതിയിൽ ഭയങ്കര ടൈറ്റായിട്ട് ഹഗ് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്താലേ അവൻ കുറച്ച് പ്രൊവോക്ഡ് ആവത്തുള്ളൂ. ആൻഡ് യെസ്, നമ്മളൊക്കെ വെയിറ്റ് ചെയ്തിരുന്ന ആ ഒരു ടൈമായിരുന്നു ഇത്. ഈ റൗണ്ടിൽ നമുക്ക് CC കിട്ടി. അങ്ങനെ നമ്മുടെ എൻസോ ഇന്ത്യൻ ചാമ്പ്യൻ ആയിരിക്കുകയാണ് ഗൈസ്. സോ ഇതൊരു ഭയങ്കര ഒരു ക്ലൗഡ് 9 മൊമെന്റ് ആയിരുന്നു കേട്ടോ. അപ്പം അത് കഴിഞ്ഞ് അവനെ കൊണ്ട് പുറത്തിറങ്ങിയപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞില്ല, എക്സോട്ടിക് സെഷനിൽ എല്ലാ ഐറ്റംസും എത്തി കേട്ടോ. വേറെ കുറേ കുതിര ഉണ്ടായിരുന്നു, ഒട്ടകം ഉണ്ടായിരുന്നു, അതുപോലെ പാമ്പ്, മക്കാവോ, അങ്ങനെ കുറേ ഐറ്റംസ് കേട്ടോ. പാമ്പ് ആ ഏരിയയിൽ ഉള്ളത് കൊണ്ട് പിന്നെ ഞാൻ അങ്ങോട്ട് പോയേ ഇല്ല. ഞാൻ നമ്മുടെ ഇന്ത്യൻ ചാമ്പ്യനെ കൊണ്ട് കുറച്ച് നടന്ന് ഷോ ഇറക്കി വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. അങ്ങനെ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് നേരെ കോട്ടയത്ത് നിന്ന് ട്രിവാൻഡ്രത്തേക്ക് യാത്ര തിരിച്ചു കേട്ടോ. എൻസോയ് നല്ല ടയർഡായി കണ്ടോ, എൻ്റെ തോളത്ത് അങ്ങനെ നിന്ന് അവൻ നല്ല സ്ലീപ്പി ആയിരുന്നു. വന്നപ്പോൾ അവൻ ഉറങ്ങിയില്ല, തിരിച്ചു പോയപ്പോൾ നല്ലോണം ഉറങ്ങി കേട്ടോ. അങ്ങനെ അതാ ചാമ്പ്യനെ കാണാനായിട്ട് അർജുൻ ചേട്ടൻ കാത്തിരിക്കുകയായിരുന്നു. അവനെ കണ്ടതും അയ്യോ അവൻ്റെ ഒരു സന്തോഷം കാണണമായിരുന്നു കേട്ടോ. അവൻ ഇത്രയും നേരം മ്ലാനമായിട്ട് ഇരിക്കുകയായിരുന്നു. ഞാൻ വിളിച്ച് ചോദിച്ചോടാ, ഞാൻ കൂടെ ഇരുന്നിട്ട് പോലും നിനക്ക് സന്തോഷമില്ല, നിനക്ക് നിന്റെ അപ്പനെ കണ്ടാലേ നിനക്ക് സന്തോഷമാവുള്ളൂ അല്ലേ എന്നുള്ളത്. എന്തൊക്കെ പറഞ്ഞാലും അർജുൻ ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻസോയ്ക്ക് ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ. ഞാൻ വീട്ടിലേക്ക് വന്നപ്പോൾ അർജുൻ ചേട്ടൻ ഷൂട്ട് കഴിഞ്ഞ് കൊച്ചുബേബിയെ പേരൂക്കടന്ന് പിക്ക് ചെയ്തിട്ടാണ് വന്നതെന്ന് അറിഞ്ഞു. പക്ഷെ ഞാൻ വന്നപ്പോഴേക്കും കൊച്ചുബേബി നല്ല ഉറക്കമായിരുന്നു കേട്ടോ. ഭയങ്കര ഡീപ്പ് സ്ലീപ്പിലായിപ്പോയി. അപ്പം ഞങ്ങളും വിശന്നിട്ടാണ് വന്നത്. എൻസോയും കൊണ്ട് വന്നുകൊണ്ട് പിന്നെ ഞങ്ങൾ എവിടെയും സ്റ്റോപ്പ് ചെയ്തില്ലായിരുന്നു. സോ വീട്ടിൽ വന്നിട്ട് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് എന്തായാലും നല്ല സന്തോഷമുള്ള ദിവസമായതുകൊണ്ട് ഞാനും അർജുൻ ചേട്ടനും ചിക്കുവും കുഞ്ഞാവയും കൂടെ ഒന്ന് പുറത്ത് പോയി ഒന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങനെ സുപ്രീമിലെത്തി കേട്ടോ. കഴക്കൂട്ടത്തുള്ള അപ്പർ ക്രസ്റ്റ് അവിടെ വന്നു. എനിക്ക് ഇവിടുത്തെ ബേക്ക്ഡ് വെജിറ്റബിൾസ് വിത്ത് ഇംഗ്ലീഷ് ഷെഡർ ചീസ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതെനിക്ക് പരിചയപ്പെടുത്തി തരുന്നത് നമ്മുടെ തന്നെ ഫ്രണ്ട് സർക്കിളിലുള്ള രഞ്ജു ചേട്ടനാണ് ഇത് പരിചയപ്പെടുത്തി തരുന്നത് കേട്ടോ. അന്ന് തൊട്ട് എനിക്ക് ഈ ഒരു ഡിഷ് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴൊക്കെ ക്രേവിങ് വരുന്നോ ഞാൻ ഓടിപ്പോകും കേട്ടോ അങ്ങോട്ടേക്ക് അത് കഴിക്കാൻ. ഇപ്പൊ കാണുന്നത് നമ്മുടെ ചില്ലു റാഡോയെ ട്രെയിൻ ചെയ്യുന്നതാണ് കേട്ടോ. ഒരു ഷോ ഫീവർ എന്നൊക്കെ പറയൂലേ. ഇപ്പൊ ഒരു ഡോഗ് ഷോ കണ്ടിട്ട് വന്നു കഴിയുമ്പോൾ കുറച്ച് നാൾ നമുക്ക് അതിന്റെ ഒരു ഹാങ് ഓവറിൽ ഇരിക്കുകയായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്കാണെങ്കിൽ റാഡോയെ ഷോയ്ക്ക് ഇറക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫസ്റ്റ് എൻജോയ് ആദ്യം നമുക്ക് ഇതിൽ ഇറക്കാം, അതൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് നമുക്ക് റാഡോയെ ട്രെയിൻ ചെയ്ത് ഇറക്കാം എന്ന് ഓൾറെഡി നമ്മൾ നേരത്തെ ഡിസൈഡ് ചെയ്തിരുന്നു. അതുകൊണ്ട് പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് ചോദിച്ചു. ഇപ്പൊ നമ്മുടെ എൻസോ ഓൾറെഡി ഇന്ത്യൻ ചാമ്പ്യനായി. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഇവനെയാണ് ഇനി ഷോയ്ക്ക് ഇറക്കുന്നത്. ആക്ച്വലി ഇവരാരെയും നമുക്ക് ഷോയ്ക്ക് കാണിക്കണം എന്നൊന്നും ഒരു പ്ലാനേ ഇല്ലായിരുന്നു കേട്ടോ. അത് വളരെ എന്തോ പറയുന്നത് ഔട്ട് ഓഫ് ദി ബ്ലൂ ഉണ്ടായ ഒരു ഡിസിഷനും ഒക്കെയാണ്, ഒരു ചേഞ്ച് ഓഫ് മൈൻഡ് ഒക്കെയാണ് കേട്ടോ. എന്തായാലും അവൻ്റെ ട്രെയിനിങ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. അർജുൻ ചേട്ടനും ചില്ലുവും കൂടി അവനും അത്യാവശ്യം നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല, റാഡോ ഒറ്റ ദിവസത്തിൽ ഇത്രയൊക്കെ സഹകരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇനി അന്നത്തെ ദിവസം തന്നെ ഞങ്ങൾ ആൽത്തറയിൽ ഉത്സവം കൂടാനായിട്ട് പോയില്ല. അപ്പൊ ഇന്നൊരു ദിവസം കൂടിയേ ഉള്ളൂ അവിടുത്തെ ഉത്സവം, അതോടെ തീരാണ്. അപ്പൊ ഞാനും അർജുൻ ചേട്ടനും കൊച്ചേപ്പിയും കൂടെ അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഇത് നല്ല ലേറ്റ് നൈറ്റ് ആണ് കേട്ടോ. കാണുമ്പോൾ നമുക്ക് അത്ര മനസ്സിലാവത്തില്ല, ഇതൊരു ലേറ്റ് നൈറ്റ് ഫീല് വരത്തില്ല. പക്ഷെ നല്ല ലേറ്റായിട്ടാണ് ഈ ഒരു ടൈമിൽ നമ്മൾ അമ്പലത്തിലേക്ക് എത്തിയത്. പക്ഷെ എൻ്റെ ഭാഗ്യത്തിന് നട തുറന്നിരിക്കുകയായിരുന്നു. എനിക്ക് ദേവിയെ തൊഴാൻ പറ്റിയിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി. ഉത്സവമായിട്ട് ദേവിയെ തൊഴാൻ പറ്റിയില്ലല്ലോ എന്ന് ആലോചിച്ച് ഞാൻ ആക്ച്വലി മൂഡ് ഔട്ടായിട്ടിരിക്കുകയായിരുന്നു. പക്ഷെ അവിടെ വന്ന് നട തുറന്നിരിക്കാൻ നമുക്ക് തൊഴാൻ പറ്റും എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഞാനും കൊച്ചേബിയും കൂടെ നല്ല നല്ല ഭംഗിയായിട്ട് നമ്മൾ ദേവി തൊഴുതു കേട്ടോ. 2 ദേവിമാരെയും തൊഴുതു. അങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് നമ്മൾ വെളിയിലേക്ക് ഇറങ്ങി വന്നു. നല്ല അടിപൊളി ഗാനമേള പ്രോഗ്രാം അവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ കുറച്ചു നേരം അതൊക്കെ ഇങ്ങനെ കണ്ടു നിന്നു. കൊച്ചേബിയും ഇതൊക്കെ നല്ല എൻജോയ് ചെയ്തു. ലൈറ്റ്സ്, പാട്ട്, അതുപോലെ അവിടെ കുറെ പേര് ഡാൻസ് കളിക്കുന്നത്, ഇതൊക്കെ ഇങ്ങനെ കണ്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു.
ഉത്സവം എന്ന് പറഞ്ഞാൽ ബലൂൺസ് മാൻഡേറ്ററി ആണല്ലോ. അപ്പോൾ അതാ പപ്പയും വിളിച്ചുകൊണ്ട് പോയി ലൈറ്റ് കത്തുന്ന ബലൂൺ വാങ്ങിക്കാനായിട്ട് കൊച്ചേബി അങ്ങോട്ട് ക്രോസ് ചെയ്ത് പോയി. പിന്നെ ഭയങ്കര ഹാപ്പി ആയിട്ട് ബലൂണൊക്കെ ആയിട്ടാണ് ആശാത്തി ഇങ്ങോട്ട് വന്നത് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് നല്ല വിശന്നു കേട്ടോ. അപ്പം ഞങ്ങൾ നേരെ കഴക്കൂട്ട സൈഡിൽ എവിടെയെങ്കിലും റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആണോ എന്ന് തിരക്കി വന്നപ്പോഴത്തേക്ക് നമ്മുടെ ഭാഗ്യത്തിന് അവിടെ ലൂമിയർ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആയിരുന്നു കേട്ടോ. അങ്ങനെ നേരെ ഞങ്ങൾ അവിടേക്ക് കയറി ഞങ്ങൾ എല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് അന്നത്തെ ഒരു ഡേ നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നത്. ഇവിടെ നല്ല ഫുഡായിരുന്നു കേട്ടോ. നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടായിരിക്കും ഇതെന്താ റെസ്റ്റോറൻറ്റിൽ നിന്ന് അടുത്ത റെസ്റ്റോറൻറ്റിലോ എന്ന്. ഇത് വേറൊരു ദിവസമാണ് കേട്ടോ. ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ജസ്റ്റ് ഒന്ന് ടഫ് കഫേയിൽ വന്നു. ഇത് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി കുറേ നാളായിപ്പോയി നമ്മൾ ഫ്രണ്ട്സായിട്ട് ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട്. പണ്ട് അതായത് നമ്മൾ ആ പൂജപ്പുര വീട്ടിലില്ലേ അവിടെയൊക്കെ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ റെഗുലർലി ഫ്രണ്ട്സായിട്ട് പുറത്ത് പോവുകയും ഫുഡ് കഴിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ കുറേ നാളായിട്ട് അങ്ങനെയൊന്നും നടക്കണേ ഇല്ലായിരുന്നു. അപ്പോൾ ഒരുപാട് ഗ്യാപ്പിന് ശേഷം നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി പുറത്ത് പോയോണ്ടാണ് ഞാനിത് ഷൂട്ട് ചെയ്തത്. നല്ലൊരു ദിവസമായിരുന്നു. നമ്മൾ കുറേ സംസാരിച്ചു, ചിരിച്ചു, അങ്ങനെ ഭയങ്കര ഫണ്ണായിരുന്നു. ആകെ മിസ് ചെയ്തത് നമ്മൾ കാർഡ്സ് എടുത്തിരുന്നെങ്കിൽ നമുക്ക് അവിടെ കഴുത കളിക്കായിരുന്നു കാർഡ് വെച്ചിട്ട്. അപ്പം അത് മാത്രമാണ് നമ്മൾ മിസ് ചെയ്തത് കേട്ടോ. പിന്നെ ടഫ് കഫേ എൻ്റെ വ്ളോഗ് കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം ഇത് എൻ്റെ ഒരു സ്ഥിരം സ്പോട്ടാണ്. നമ്മൾ അർദ്ധരാത്രി ആയി കഴിഞ്ഞാൽ നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങും, ടഫ് കഫേ പോവും, അവിടെ കുറേ ടൈം സ്പെൻഡ് ചെയ്യും. എന്തായാലും ഇത് നെക്സ്റ്റ് ഡേ ആണ്. എനിക്കും കൊച്ചു ബേബിക്കും കൂടെ ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു. രസ്നയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആഡായിരുന്നു കേട്ടോ. നമ്മൾ ഇതിന്റെ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു രസകരമായ വീഡിയോ. കൊച്ചു ബേബി നല്ല രീതിയിൽ ആക്ട് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ എൻ്റെ പ്രൊഫൈലിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് ആ റീല് കാണാൻ പറ്റുമേ. പിന്നെ ഞങ്ങൾ ഇത് ഷൂട്ട് ചെയ്തത് അമ്മയുടെ വീടിന്റെ അടുത്തായതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ചുമ്മാ ഒന്ന് അമ്മയെ പോയി കാണാം. അങ്ങനെ വിചാരിച്ച് ഞാനും കൊച്ചേബിയും കൂടെ അമ്മയുടെ അടുത്തേക്ക് വന്നേ. എന്നെ ഇവിടെ കൊണ്ടാക്കിയിട്ട് ചിക്കുവും കുഞ്ഞുമാമയും കൂടി തട്ടുദോശ കഴിക്കാനായിട്ട് പോയി കേട്ടോ. അപ്പം എനിക്ക് ഒട്ടും വിശപ്പില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അമ്മ അവിടെ അങ്ങ് നിന്നു. അപ്പോൾ ഇവർ ഫുഡ് കഴിച്ചിട്ട് എന്നെ വന്ന് വിളിക്കാമെന്ന് പറഞ്ഞേ. വന്ന സമയത്ത് നമ്മുടെ രസ്നയുടെ ഈ ഒരു ആഡ് ചെയ്യാനായിട്ട് അതിനകത്ത് പ്രാങ്ക് ചെയ്യാനായിട്ട് ഒരു പല്ലിയെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നേ. അത് വെച്ച് അമ്മയെ പേടിപ്പിക്കാനായിട്ട് ഇതാ വരികയാണേ. ചുമ്മാ കയ്യിലെടുത്ത് വരാതെ പേടി കോൺകറിയ ചുമ്മാ പാല് ഒന്നും ഇല്ല. ഇങ്ങനെ വാ. എന്റെ അമ്മയ്ക്ക് ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. അത് ടോയാണെന്ന് അറിഞ്ഞിട്ട് പോലും അമ്മയ്ക്ക് അങ്ങ് തൊടാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് അമ്മയ്ക്ക് അങ്ങ് മറ്റെന്താ പേടിയോ അറപ്പോ എന്തെല്ലാമോ. നമ്മളത് വെച്ച് കുറേ അമ്മ എങ്ങനെയെങ്കിലും ഒന്ന് തൊടിയിപ്പിക്കാനായിട്ടെങ്കിലും ഒന്ന് ശ്രമിച്ചോട്ടോ. പക്ഷെ പറ്റുന്നില്ല. ഇത്രയും നേരം ആ ഷൂട്ടിന് നമ്മുടെ കൂടെ ഉണ്ടായിട്ട് ചിക്കുന് പോലും അത് തൊടാൻ പറ്റുന്നില്ല കേട്ടോ. പക്ഷെ അത് ഭയങ്കര റിയലിസ്റ്റിക്, ഭയങ്കര ഒരുമാതിരി ആവും കേട്ടോ നമ്മുടെ ദേഹത്തൊക്കെ കൊണ്ടുവച്ച് തന്നു കഴിഞ്ഞാൽ. എന്തായാലും നല്ല അടിപൊളി ഒരു ടൈമായിരുന്നു. സത്യം പറഞ്ഞാൽ ആ ഒരു പ്രാങ്ക് പല്ലിയെ വെച്ച് അമ്മയെ മാത്രമേ നമുക്ക് പേടിപ്പിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇവിടെ നിന്ന് നേരെ പേരുടെ കടയിൽ പോയിട്ട് അവരെയൊക്കെ കാണിച്ചിട്ട് ഒരു റിയാക്ഷനും ഇല്ലായിരുന്നു കേട്ടോ. അവർക്ക് ആർക്കും ഒരു പേടിയും ഇല്ല. കൊച്ചേബി ഓടി നടന്ന് നമുക്ക് വേറെയും കുറേ പ്രാങ്ക് കിട്ടിയായിരുന്നു. ഒരു എലി, അതുപോലെ ഒരു കൊച്ചു കറുത്ത പാമ്പിനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ വെച്ച് ഇങ്ങനെ കൊച്ചേബി കളിച്ച് ചിരിച്ചൊക്കെ അവിടെയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ ഉണ്ടായിരുന്ന സമയം നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് കണ്ട ഒരു ഗെയിമായിരുന്നു മാഫിയ എന്ന് പറഞ്ഞ കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ റൂൾസൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി മാഫിയ ഗെയിം കളിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇത് പണ്ടത്തെ ഈ കള്ളനും പോലീസും ഇല്ലേ അതുപോലത്തെ ഒരു സംഭവമാണ് ഇത് കേട്ടോ. കുറേ നേരം കൊണ്ട് എനിക്ക് ഈ എന്താ പറയുന്ന എനിക്ക് ആക്ച്വലി മാഫിയ ആവണം എന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്കത് കിട്ടണേ ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആയി കേട്ടോ. അത് എൻ്റെ ഫ്രസ്ട്രേഷൻ സഹിക്കാൻ വയ്യാതെ പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ ഗെയിം കളിക്കണില്ല, ഞാൻ അവിടെ പോയി കോർഡിനേറ്റർ ആവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ അവിടെ നിന്ന് പോയി കേട്ടോ. എൻ്റെ ആ ഫ്രസ്ട്രേഷനാണ് നിങ്ങളിതാ ഇപ്പം കാണുന്നത്. കാരണം എനിക്കൊരിക്കലും മാഫിയ ആയാലേ നമുക്ക് ആരെങ്കിലും കൊല്ലാൻ പറ്റുള്ളൂ. എനിക്കതാവാൻ പറ്റാത്തതുകൊണ്ട് ഭയങ്കര വിഷമം. എനിവേ നമ്മുടെ ഗെയിമിൽ 3 പ്രാവശ്യം കണ്ട് വിദ്യ മാഫിയ ആയിരുന്നു. അടിപൊളി, ഒരു രക്ഷയില്ലാത്ത മാഫിയ എന്ന് പറയാൻ കേട്ടോ. ഒരു മനുഷ്യ കുഞ്ഞു പോലും കണ്ടുപിടിച്ചില്ല വിദ്യയാണ്
മാഫിയ എന്നുള്ളത് കേട്ടോ. എന്തായാലും ഗെയിം സൂപ്പർ ഫണ്ണായിരുന്നു. അതിന്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വേർഷൻ വിദ്യയുടെ വ്ളോഗിലുണ്ട് കേട്ടോ. ഇത് നെക്സ്റ്റ് ഡേ ആണ്. ചുമ്മാ ഞാനും കൊച്ചേബിയും കൂടെ ഒരു മോം ആൻഡ് ഡോട്ടർ ഡേ ഔട്ടിന് MOTയിൽ വന്നതാണ്. അങ്ങനെ ഇവിടെ മറ്റേ ഈ സോഫ്റ്റ് പ്ലേ ഏരിയ ഉണ്ടല്ലോ, അവിടേക്ക് ഇങ്ങനെ വന്നു. ഞാൻ യൂഷ്വലി ഇതിൻ്റെ അകത്ത് അങ്ങനെ കയറാറില്ല കേട്ടോ. പക്ഷെ അന്നത്തെ ദിവസം ആരുമേ ഇല്ലായിരുന്നു. അപ്പോൾ ഒറ്റയ്ക്ക് വിടണ്ടെന്ന് പറഞ്ഞിട്ട് അവർ എന്നെ കൂടെ അക്കമ്പനി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫോർ ദ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ ഒരു സോഫ്റ്റ് പ്ലേ ഏരിയയിൽ കയറുന്നത്. കുറേ രസമുണ്ടായിരുന്നു. അങ്ങനെ കൊച്ചേബി ഭയങ്കര ഹാപ്പിയായി. ഹായ് മമ്മ എൻ്റെ കൂടെ കളിക്കാനായിട്ടൊക്കെ വന്നോ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അങ്ങനെ എന്നെ കൊണ്ട് അവിടെ കുറേ ആക്ടിവിറ്റി ഒക്കെ ചെയ്യിപ്പിച്ചു. സ്ലൈഡിലൊക്കെ ഇരുന്നപ്പോൾ എൻ്റെ അടുത്ത് പറയായിരുന്നേ, മമ്മ പേടിക്കണ്ട മമ്മ, എൻ്റെ കൈ പിടിച്ചിട്ട് മമ്മ അങ്ങ് സ്ലൈഡ് ചെയ്ത് വന്നാൽ മതി കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. എനിവേ വി ഹാഡ് എ ഗ്രേറ്റ് ടൈം ടുഗെദർ. ഇനി കുറെ നാളായില്ലേ നമ്മളൊരു വ്ളോഗിൽ ഡാൻസ് ക്ലാസ്സിന്റെ ഒക്കെ വിഷ്വൽസ് ആഡ് ചെയ്തിട്ട്. യൂഷ്വലി ക്ലാസ്സിന്റെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് പോവേ. കുറെ നാളായില്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ 2-3 വിഷ്വൽസ് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തത്. നമ്മുടെ ഡാൻസ് ക്ലാസ്സസ് ഒക്കെ അടിപൊളിയായിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഈ കാണുന്നത് കഴിഞ്ഞ വിദ്യാരംഭത്തിന് ജോയിൻ ചെയ്ത ഭരതനാട്യം ജൂനിയേഴ്സ് ആണ് കേട്ടോ. അവർ അടിപൊളിയായിട്ട് പഠിച്ചു വരികയാണ്. 2027 ജാനുവരിയിൽ അവരുടെ അരങ്ങേറ്റം ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഭരതനാട്യം സീനിയേഴ്സും. ഇതും നല്ലൊരു അടിപൊളി ബാച്ച് കേട്ടോ. ഇവിടുത്തെ ഈ സ്റ്റുഡൻസിനൊക്കെ ഭയങ്കര ഒരു ഫയറും നല്ല രസമാണ് ഇവരെ പഠിപ്പിക്കാനായിട്ട്. ഇപ്പം ഇവരുടെ അരങ്ങേറ്റവും 2027 ജാനുവരിയിൽ തന്നെ കാണും. അപ്പം ഇതിനിടയ്ക്ക് നമുക്കിങ്ങനെ വിളിച്ച് ചോദിക്കാറുണ്ട് അഡ്മിഷൻസ് എടുക്കാൻ പറ്റുമോ എന്നൊക്കെ. അപ്പോൾ വിദ്യാരംഭം കഴിഞ്ഞ് ഇത്രയും ആയി പോയില്ലേ, അപ്പം നമ്മൾ എപ്പോഴും അഡ്മിഷൻസ് എടുക്കുന്നത് അല്ലെങ്കിൽ ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് വിദ്യാരംഭം ടൈമിലാണ്. അപ്പം അത് കഴിഞ്ഞ് ഇത്രയും മാസം ആകുമ്പോഴത്തേക്കും ഒരു ബാച്ച് അത്രയും അഡ്വാൻസ് ആയി പഠിച്ചങ്ങ് പോകും. ഇപ്പം ഇടയ്ക്ക് കയറിയാൽ തന്നെ മുമ്പ് നല്ല പഠിച്ച ഏതെങ്കിലും വ്യക്തിയാണെങ്കിൽ ഈ ഒരു എക്സിസ്റ്റിംഗ് ബാച്ചിൻ്റെ കൂടെ കയറാൻ പറ്റുള്ളൂ. സോ ഇപ്പോൾ വിളിക്കുന്നവരെ നമ്മൾ സ്പെഷ്യൽ ക്ലാസ്സസിലോട്ടാണ് ആക്കുന്നത്. അതായത് അമ്മയാണ് എടുക്കുന്നത് ഇൻഡിവിജ്വൽ ക്ലാസ്സസ്, അതിലോട്ടാണ് ആക്കുന്നത്. അപ്പം അന്നത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അർജുൻ ചേട്ടൻ്റെ ഫ്രണ്ടായ ബാലുചേട്ടൻ്റെ വീട്ടിലേക്കാണ് പോയത്. ഇതാണ് ബാലുചേട്ടൻ. അവിടെ പോയി. എന്താണ് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് അവിടെ വെള്ളായണി ദേവി വീട്ടിലേക്ക് വരുവാണ് കേട്ടോ. ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു സംഭവം കാണുന്നത്. കേട്ടിട്ടുണ്ട് ഭയങ്കര വലിയ ഉത്സവമാണ്, ഒത്തിരി നാൾ നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവമാണെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇതുവരെ അത് കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. ഫോർ ദ ഫസ്റ്റ് ടൈമാണ് അത് കാണാനുള്ള ഒരു അവസരം തന്നെ ലഭിച്ചത്. അപ്പോൾ ക്ലാസ് കഴിഞ്ഞ് വന്ന് ഞാൻ ഭയങ്കര ടയേർഡായിരുന്നു. ഞാൻ എഴുന്നേറ്റിരിക്കുവാണെങ്കിലൊക്കെ പോവാം എന്നൊക്കെ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഞങ്ങൾ ഉറങ്ങിയില്ല. ഉറങ്ങാതെ തന്നെ പെട്ടെന്ന് കുളിച്ച് റെഡിയായി ഞങ്ങൾ വീട്ടിലേക്ക് വന്നു കേട്ടോ. അതായത് ഞങ്ങൾ പ്രതീക്ഷിച്ചത് ഒരു 3-4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് തൊഴുത് നേരെ വീട്ടിലേക്ക് വരാൻ പറ്റും എന്ന് വിചാരിച്ചാണ് ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഓരോ വീട്ടിലായിട്ട് കയറി വന്നപ്പോഴത്തേക്കും നമ്മുടെ അവിടേക്ക് വന്നപ്പോൾ മോർണിംഗ് ഒരു 6 ഒക്കെ ആയിപ്പോയി കേട്ടോ. അപ്പോൾ ഉറങ്ങാതെ പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞത് എനിക്കൊരു ടാസ്ക് ആയിരുന്നു. കാരണം ബോഡി ഭയങ്കര ടയേർഡായിരുന്നു. ഇത്രയും മണിക്കൂർ ക്ലാസ് എടുത്ത് നമ്മൾ ഡാൻസ് കളിച്ച് ഒക്കെ അല്ലേ പഠിപ്പിച്ചു കൊടുക്കണം. അപ്പം ഞാൻ ഭയങ്കര ടയേർഡായിപ്പോയി. അത് മാത്രമല്ല ഇന്നത്തെ ദിവസം എനിക്ക് വീണ്ടും ക്ലാസ് എടുക്കാൻ ചെല്ലുകയും വേണം. അപ്പോൾ അതെല്ലാം കൂടി ഞാൻ ഭയങ്കര ടയേർഡായിരുന്നു. പക്ഷേ ഇതിനെല്ലാത്തിനും മുകളിൽ എനിക്ക് ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടുള്ള ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടല്ലോ, അതായിരുന്നു എൻ്റെ ഏക എനർജി കേട്ടോ. പിന്നെ ഉമേഷ് ചേട്ടൻ്റെ വൈഫ് അന്ന് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക നല്ലൊരു കമ്പനിയായിരുന്നു. ഞാൻ കുറേ നാളായി പോയി സഹസ്രനാമമൊക്കെ ജപിച്ചിട്ട്. ഭയങ്കര ഒരു ഗ്യാപ്പ് എന്താണ് എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും, ഇങ്ങനെ ഗ്യാപ്പ് വരും. അപ്പോൾ എന്തുകൊണ്ടോ ഇങ്ങനെ ഒരു ഗ്യാപ്പ് ആയിരുന്ന സമയത്ത് ചേട്ടൻ്റെ വൈഫ് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് വാ നമുക്ക് ലളിതാ സഹസ്രനാമം ജപിക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടി ലളിതാ സഹസ്രനാമം ഫുള്ള് ജപിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു സന്തോഷം തോന്നി കേട്ടോ. ഉറക്കം വന്ന് ഇങ്ങനെ ഒരുമാതിരി ചെടിച്ചങ്ങ് പോയപ്പോഴത്തേക്കും സഹസ്രനാമൊക്കെ ജപിച്ചപ്പോഴത്തേക്കും ഞാനൊന്ന് നല്ല ആക്റ്റീവായി. മില്യൺ താങ്ക്സ് ടു ബാലു ചേട്ടൻ നമ്മളെ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്തതിന്. അതുകൊണ്ട് മാത്രമാണ് നമുക്കിത് കാണാൻ പറ്റിയത് കേട്ടോ. ഇതൊരു വളരെ ഒരു ബ്ലെസ്സഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. ആൻഡ് മച്ച് നീഡഡ് വൺ എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. എനിക്ക് ഭയങ്കര ഒരു മനസ്സിനൊരു ആശ്വാസം കിട്ടിയായിരുന്നു വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോഴേക്കും. സോ ബാലു ചേട്ടന് ഒരുപാട് നന്ദി.
ഇനി ഈ വീക്ക്ലി വ്ളോഗിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആണ് ദാ എൻ്റെ ഈ സൈഡിൽ കാണുന്നത്. ഇത് നമ്മുടെ പെറ്റ് ഫാമിലിയിലേക്കുള്ള പുതിയ അഡിഷൻ ആണ് കേട്ടോ. എൻ്റെ പേര് ക്യാൻഡി എന്നാണ്. ഇതൊരു കോക്കർ സ്പാനിയൽ ആണ്. ഇത്തവണത്തെ എൻ്റെ ബർത്ത്ഡേക്ക് അർജുൻ ചേട്ടൻ്റെ ഗിഫ്റ്റ് ആണ് കേട്ടോ. സോ എൻ്റെ ബർത്ത്ഡേ ഇപ്രാവശ്യം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഞാൻ ഭയങ്കര എന്താ പറയുന്നത്, ലുക്കിംഗ് ഫോർവേഡ് ടു 33 എന്ന് തന്നെ പറയാം. ഞാൻ ഭയങ്കര വെയിറ്റ് ചെയ്തിരുന്നൊരു സംഭവമായിരുന്നു. എനിക്ക് 33, എനിക്ക് പൊതുവേ ഓഡ് നമ്പേഴ്സ് ഒട്ടും ഇഷ്ടമല്ല, പക്ഷെ 33 എനിക്ക് ഞാൻ ആവാനൊന്നും ഇങ്ങനെ പ്രതീക്ഷിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ആസ് യൂഷ്വൽ നമ്മുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി എല്ലാം കൂടി ചേർന്ന് നമ്മുടെ ബർത്ത്ഡേ ഭയങ്കര കളറാക്കി തന്നു. ബർത്ത്ഡേയുടെ നെക്സ്റ്റ് ഡേ എന്നെ കാണാനായിട്ട് രശ്മി ചേച്ചി, കൃഷ്ണ, ശരൺ, വരുൺ ചേട്ടനൊക്കെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ എന്നെ സർപ്രൈസ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു വിസിറ്റ് ഉണ്ടാവുമെന്ന്. ഇവരൊക്കെ ക്യാൻഡിയെ കാണാനായിട്ട് നേരെ റൂമിൽ പോയതാട്ടോ. എനിക്ക് നല്ല ക്യൂട്ടായിട്ടും വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഗിഫ്റ്റ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതായത് എന്നെ നല്ലപോലെ മനസ്സിലാക്കിയിട്ടുള്ളൊരു ഗിഫ്റ്റാണ് കേട്ടോ. എനിക്ക് പൊതുവേ ഫ്രേഗ്രൻസിനോട് ഭയങ്കര താല്പര്യമുണ്ട്. അപ്പം ഏറ്റവും ബെസ്റ്റ് ഫ്രേഗ്രൻസിലുള്ള 2 പെർഫ്യൂം, അതേപോലെ ബോഡി ലോഷൻ, ഒരു നല്ല ഷാർ ജെൽ, ഇങ്ങനെയൊക്കെയാണ് എനിക്ക് കൊണ്ടുവന്നത്. അതിൻ്റെ കൂട്ടത്തിൽ കൊച്ചു ബേബിക്ക് നല്ലൊരു ഗിഫ്റ്റും കൂടെ കൊടുത്തു. എനിക്ക് അത് തട്ടിപ്പറിക്കാൻ തോന്നി കേട്ടോ ആ ഗിഫ്റ്റ്. കാരണം ഞാൻ എൻ്റെ കുഞ്ഞിലത്തെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കാർട്ടൂൺ ആയിരുന്നു പവർ പഫ് ഗേൾസ് കേട്ടോ. അതിൻ്റെ അകത്ത് ഒരു ക്യാരക്ടറാണ് ഈ കൊണ്ടുവന്നേക്കണത്. കൊച്ചു ബേബിക്ക് അത് ആരാന്ന് കൂടെ അറിയത്തില്ല കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ പറയായിരുന്നു അതെന്തായാലും ഞാനാണ് എടുക്കാൻ പോണേന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അന്നത്തെ ദിവസം വൈകിട്ട് എൻ്റെ സ്റ്റുഡൻറ്റിൻ്റെ പ്യൂബർട്ടി സെറമണി ഉണ്ടായിരുന്നു. വൈഗ എന്നാണ് മോളുടെ പേര് കേട്ടോ. അപ്പം ഞാൻ അവിടേക്ക് പോയായിരുന്നു. ഫംഗ്ഷൻ കഴിഞ്ഞു പോയി, എങ്കിലും കുറച്ച് ഒന്ന് ആളെ കണ്ട് കൺഗ്രാജുലേറ്റ് ചെയ്യാനായിട്ട് ഞാൻ പോയിരുന്നേ. അത് കഴിഞ്ഞിട്ട് തിരിച്ച് വന്നപ്പം ബാക്കിയുള്ള സമ്മാനദാന ചടങ്ങുകളിലേക്ക് ഞാൻ ഏർപ്പെട്ടു. അപ്പോൾ 33 എന്നുള്ള വയസ്സിലല്ല കാര്യം. ഏതൊരു ബർത്ത്ഡേ ആണെങ്കിലും അത് സ്പെഷ്യലാക്കാൻ നല്ല സ്പെഷ്യലായിട്ടുള്ള ആൾക്കാരുടെ കൂടെ സെലിബ്രേറ്റ് ചെയ്താൽ പറ്റും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. എന്തായാലും എൻ്റെ ഇപ്രാവശ്യത്തെ ബർത്ത്ഡേ ഇങ്ങനെ കുറേ സ്വീറ്റ് ആയിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ആൾക്കാരുടെ കൂടെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ എൻ്റെ കോഴി ഒരു രക്ഷയില്ല ഗൈസ്. എൻ്റെ കൂടെ ഇരുന്ന് മത്സരിച്ച് വോയിസ് ഓവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ നിർത്തുന്നു എൻ്റെ സംഭാഷണം. അപ്പോൾ ലവ് യു ഗൈസ് സോ മച്ച്. സീ യു നെക്സ്റ്റ് ടൈം ആൻഡ് ബൈ. ഇപ്പം എങ്ങനെ ഇരിക്കുകയാണ്? അപ്പം ശരി.